എന്തിനാണ് നിന്റെ മാമ തെറ്റാടിയിലെ കമ്പ് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണേ? എന്തോ വണ്ട് വണ്ട് കളിക്കണേ. കളി ഒപ്പന ഇവിടെയാണോ? ഇത് മാർഗം കളിയായിരിക്കും. എന്താ നിങ്ങളിത്? ആന്തരോട് നാടണ് അവിടെ ചെന്ന് ഇടിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് കാര്യം മനസ്സിലായി. നിന്റെ കൂട്ടുകാരൻ നമ്പർ നീ കൊടുത്തിരുന്നല്ലേ അണ്ണന്? ഇവക്കൊന്നും അറിയാത്തോല ഇവളൊരു കൂട്ടുകാരെ അന്ന് കഞ്ചാവ് വയസ്സിലകത്തായില്ലേ? ഇത് അതെന്തരമാണ് സംഭവം. കള്ളന്ന് കുടിച്ച് ചെയ്ത് പറ്റൂല. ഇതെന്തരോ കൂടിയ സാധനം അടിച്ചാലേ ഇങ്ങനെ പറ്റുള്ളൂ. ഞാൻ നല്ല ആലോചിക്കണം. ഇങ്ങനെ ഈ മണ്ടത്തരത്തിൽ നിന്റെ അച്ഛനും അമ്മയും ചുക്കാൻ പിടിച്ചോണ്ട് ബാക്കിൽ നടക്കുന്നു. ഇവർക്ക് ഒരു കുറവില്ലേടി? ഇല്ല, അതങ്ങനെയൊക്കെ വരുള്ളൂ. ബാബാ നമുക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ ഒരുപാട് സീനുകൾ മിസ്സാവും. മയില് നടന്ന് നടുവഴിയിലായല്ലോ. അല്ല പീലി വിരിച്ചാടിയതാ, വെള്ളം കുടിക്കായിരുന്നു. എന്റെ പെങ്ങളെ, ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം. സബാഷ്. ഒരു 10-12 കോല് താഴോട്ട് കുഴിച്ചു കഴിഞ്ഞാല് നല്ല മധുരിക്കുന്ന ജലം കിട്ടും. ഇവിടെയാ? ഇവിടെ തന്നെ. അതങ്ങനെ ശരിയാ മണിക്കുട്ടാ, നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞ മെയിൻ വഴിയല്ലേ ഇത്? ആയിക്കോട്ടെ, ഇവിടെയുള്ളൊരു സ്ഥാനം. വേറെ വഴി നിങ്ങൾക്ക് അപ്പുറത്തൂടെ വെട്ടാവല്ലോ. അല്ലേട്ടാ, വഴി വിട്ടാന്നൊക്കെ പറഞ്ഞത് പല ലെവലിൽ കിടക്കണല്ലേ, വണ്ടിയൊക്കെ പോകണത് ഇതേ പറ്റുള്ളൂ. വണ്ടിയൊക്കെ പോകാമല്ലോ, വേറെ മാർഗങ്ങളുണ്ട്. എന്റെ അളിയൻ ഒരു കാര്യം ആലോചിക്കണം. അതായത് നമ്മുടെ വഴിയാണോ പ്രധാനം, കുടിവെള്ളമാണോ? കുടിവെള്ളമാണ്. കുടിവെള്ളമാണ്, അതാദ്യം മനസ്സിലാക്കണം. പ്രധാനമൊക്കെ ആണ്. എന്റെ പെങ്ങളെ, ഈ പുരയിടത്തില് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ ടച്ച് ചെയ്യുന്ന നീ കണ്ടല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൊരു സ്ഥാനം. ഈ പുരയിടത്തിൽ ഒരു കിണറിന് സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണ്. അല്ല അത് ശരിയാവില്ല മണി. ഇവിടെ എങ്ങനെ? ചേട്ടാ, നമുക്കേ ഈ സ്ഥാനം ശരിയാവൂല, നമുക്ക് വേറെ സ്ഥാനം കണ്ടെത്താം, അതേ പറ്റുള്ളൂ. അപ്പം നിനക്ക് തന്നെ വിശ്വാസമില്ലല്ലേ? വിശ്വാസത്തിന്റെ കാര്യമല്ലേ ഇത്? സാരമില്ല, നിങ്ങളായി, നിങ്ങളുടെ വീടായി, നിങ്ങളുടെ കിണറായി, നിങ്ങളുടെ വഴിയായി, ഞാനിപ്പോ ആരായി? കുഴപ്പമില്ല. മണിക്കുട്ടാ, ചേട്ടാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടാ, പിന്നെ വീടിന്റെ വാതില് നടുക്കുകൊണ്ട് കിണർ. അങ്ങനെ 3-അംഗ സംഘം കിണർ കുഴി മതിയാക്കി പോയിരിക്കുകയാണ്. പിന്നെ മറ്റേ നിങ്ങളെ മാമനെ നെല്ലിക്ക തളത്തിലൊന്നും ശരിയാവില്ല കേട്ടാ. അലോപ്പതി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഷോക്ക് അടുപ്പിക്കേണ്ടി വരും. ആ സത്യം. പിന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടടി, ഈ ഈ ചിത്തബ്രഹ്മ അത് പകരും. ഈ രക്തബന്ധമുള്ളവർക്ക് പകരുമെന്നാണ്. ഇല്ല, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടാ. നീ എന്തിനാ എന്നെ നോക്കണേ? നിനക്ക് ഓൾറെഡി ഉണ്ട്, അപ്പൊ നിനക്ക് പകരും. നടക്കടി, കൊണ്ടുപോ. മാമ എങ്ങോട്ട് പോണു? എന്തോ മാമ പിടങ്ങി പോണോ?
അപമാനഭാരം സഹിച്ചുകൊണ്ടേ മാമന് കൂട്ടിലുകാലം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. മാമൻ പോവാ. ഇതൊക്കെ ഒരു അപമാനമാണോ മാമ? എടി ഇത് അപമാനമല്ലെങ്കിൽ പിന്നെ എന്തിലെ അപമാനം ഉള്ളത്? മാമ ഇത് അപമാനമല്ല, ഇത് നാണക്കേടാ. അതെ, നാണക്കേടെന്നും പറയാം. അതെ ഇനി മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം. എനിക്ക് കിണർ കുഴിക്കുന്നതിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ടല്ലേ നിന്റെ തന്തയും തള്ളയും ബാക്കി എല്ലാരും കൂടെ ആ പരിപാടിക്ക് ചുമതല എന്നെ ഏൽപ്പിച്ചത്. ആണോ? ആരെല്ലാം കൂടി? ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളല്ല, നിന്റെ തന്തയും തള്ളയും കൂടെ അല്ലേ? അല്ലേ? ആണെന്ന് പറ. ആണല്ലോ. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് മറ്റേ ആ കമ്പും കൊണ്ട് നടന്ന് വൈബ്രേഷൻ തോന്നിയ ഒരു ഭാഗത്ത് ഞാൻ അത് വെച്ചപ്പോഴ് അപ്പൊ വേണ്ട. അത് ശരിയായ കാര്യമാണ് മക്കളെ. അല്ല, അത്രയും അപമാന ഭാരമൊന്നും താങ്ങിക്കൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാ. ശരി, നന്നായി. എന്ന് ഞാൻ കാണിച്ച ഭാഗത്ത് ഒരു കിണർ കുഴിക്കുന്നു, അന്നേ ഞാൻ ഈ വീട്ടിൽ തിരിച്ചു വരും. നമ്മള് വീടിന്റെ അങ്ങോട്ട് പോണ വഴിക്ക് നടുവഴിയില് കുഴിക്കണം. അപ്പൊ എന്റെ മക്കളൊരു കാര്യം ചെയ്യണം. ചെന്ന് തന്തയുടെയും തള്ളയുടെ അടുത്ത് പറഞ്ഞേരെ, മാമൻ ഇതുപോലെ പറഞ്ഞെന്ന്. ആ ഭാഗത്തിനെ കിണർ കുഴിക്കണമെന്ന് പറഞ്ഞേരെ കേട്ടോ. അത് നടന്നിട്ടേ മാമൻ തിരിച്ചു വരും. മാമന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിലോട്ട് പോകും. അപ്പൊ ചെല്ലേ. ഇതിപ്പം പണ്ടാരെ പറഞ്ഞ പോലെ ബേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടെന്ന് പറഞ്ഞ പോലെ സത്യത്തിൽ മണിക്കുട്ടൻ്റെ ഇത് പറയണ്ടായിരുന്നു. ഈ കേസ് ഇത്ര വിഷയമാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അല്ല, ഇത്രയും പിണക്കം കാണിക്കാൻ വേണ്ടി നമ്മൾ വല്ലതും പറഞ്ഞ അതിന്? മണിക്കുട്ടൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അങ്ങേരെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് നടത്തിയിരിക്കും. അതിന് ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇത് പിന്നെ എതിർക്കാതിരിക്കാൻ പറ്റുമോ? വഴിയിൽ കൊണ്ടൊന്ന് കിണർ കുത്താൻ സമ്മതിക്കും ആരെങ്കിലും? അതല്ലേ പറഞ്ഞത്. ഇപ്പൊ നിന്റെ അടുത്ത് ആയോണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ്. കാര്യം പറയാം. അതെ അതെ, ഫുൾ സീനാണ് കേട്ടോ. സീനാ? മൊത്തം പ്രശ്നം. എന്ത് പറഞ്ഞു? അപമാന ഭാരവും സഹിച്ച് ഇവിടെ നിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു മാമൻ. ആരപമാനിച്ചു? നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ എന്തോ ചെയ്തെന്നാ? മാമ പാവം കഷ്ടപ്പെട്ട പൊരി വെയിലത്ത് കമ്മും കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്ന് അവസാനം ഒരു സ്ഥാനം കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് പറ്റൂലെന്ന് അല്ലെങ്കി അതും അവിടെ ഇരുന്ന് കൈ ഇങ്ങനെ വൈബ്രേറ്റ് ആയിട്ട് പോലും നിങ്ങൾ സമ്മതിച്ചില്ല. അത് നടുവഴിയിലേ. നടവഴിയിൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതിപ്പോ അതല്ല, പണക്കം മാറ്റിയെടുക്ക്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന്. അതൊക്കെ പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്തോന്നു? മാമ അവസാനമായിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാ, മാമ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മാമ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവിടെ നിന്ന് പോകുന്നു, നീ ഇങ്ങോട്ട് വരൂല. അവിടെ തന്നെ കിണർ കുഴിക്കണതോ? അതെനിക്ക് അറിഞ്ഞൂടാ. തീരുമാനം ഉണ്ടാക്കണോന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ. അവിടെ കുഴിച്ചില്ലെങ്കിൽ ഇറങ്ങി പോകുന്നു. തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യമല്ലേ? നിങ്ങൾ ഇവിടെ എന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ മാമന്റെ പിണക്കം എങ്ങനെ മാറ്റാൻ നോക്കും. എങ്ങനെ മാറും? എന്റെ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് മാമന് ദേഷ്യമാണെങ്കിലും അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മാമ കേൾക്കും. സഹോദരി അല്ലേ? ശരിയാണ്. അമ്മ ഒന്ന് സോപ്പിട്ട് വെക്ക്. കയ്യിലെടുക്ക്, കുപ്പിയിലാക്ക്. ഞാൻ സോപ്പിടാൻ പോയാൽ നന്നായിരിക്കും. എന്നെ കുപ്പിയിലാക്കി ഇട്ടുതരും. മണി നീ പോയി സംസാരിക്കേ. ഞാൻ പോണില്ല. നമുക്ക് രാമനെ പറഞ്ഞു വിട്ടല്ല. രാമനാണ് അമ്മയാണ് സഹോദരി. അത് മാത്രല്ല, രാമ പോണ്ട. വന്നത് മുതൽ മണിക്കൂട്ടും രാമനും കൂടെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അപ്പൊ ഞങ്ങള് പിറകെ കാണും. അമ്മ പോയാ മതി. ഞാൻ സംസാരിച്ച ശരിയാവൂ? ശരിയാവൂ അമ്മ. അമ്മ പണ്ടത്തെ വല്ല കഥയോ അല്ലെങ്കിൽ കാലിൽ മുള്ളു കൊണ്ടതോ തലയ്ക്ക് അടി കൊണ്ടതോ എല്ലാം പറ. അത് ചീഞ്ഞളിഞ്ഞിരിക്കണം. ഇനി എടുത്തിട്ട് നടക്കൂലടി. എന്നാ അത് വേണ്ട. അമ്മ ഒന്ന് വിഷമിക്കും. ഇങ്ങനെ കരയണ പോലെ നീ എന്തായാലും പോയി സംസാരിക്കേ. ലവൻ എവിടെ? രാമൻ ഇവിടെ കൊണ്ട്. ഈ അമ്മ അമ്മ രാമനെയും ലക്ഷ്മണനെയും നോക്കാതെ അമ്മ ഒന്ന് പോയി സംസാരിക്കണുണ്ടാ? ഞാൻ സംസാരിക്കാം. ഒരു കാര്യം ചെയ്യ്, അവനെ കൂടെ വിളിച്ചോണ്ട് വാ. അമ്മ ചിന്തിക്കേ. എന്ത് പറയാന്ന് ചിന്തിക്കേ.